സ്കിൽബി ന്യൂസ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യണേ. 1. കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ആനുകൂല്യ വിതരണമാണ് 62 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ. നിലവിലെ 2000 രൂപയിൽ നിന്ന് ഉടനെ തന്നെ 3000 രൂപയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായ 2000 രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും 24-ാം തീയതി മുതൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക ആനുകൂല്യം തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കർശനമായ യോഗ്യതകൾ പാലിക്കേണ്ടതുണ്ട്. കാലങ്ങളായി നിലനിൽക്കുന്ന അർഹത മാനദണ്ഡങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. ഇത് അർഹതയുള്ള അനേകം ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ്. അതേസമയം നിലവിൽ അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി ഒഴിവാക്കാനും അർഹതയില്ലാത്തവർക്ക് സ്വയം പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അവസരമായി ഇത് മാറുമെന്നും അറിയിപ്പുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ എല്ലാ പദ്ധതികൾക്കും ഈ മാറ്റങ്ങൾ ബാധകമായിരിക്കും. 3. മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. പൊതുവിഭാഗം വെള്ള, നീല റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് പിങ്ക് കാർഡ് തരം മാറ്റാൻ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂലൈ 17 വരെ അപേക്ഷിക്കാം. 4. സ്പെഷ്യൽ കേറ്ററ്റ് വീണ്ടും തീയതി മാറ്റം ആലോചനയിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇതിനകം നിയമനം നേടിയ അധ്യാപകർക്കും അനധ്യാപകർക്കുമായി നടത്തുന്ന അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ തീയതി വീണ്ടും മാറ്റിയേക്കും. ജൂലൈ 11, 12 തീയതികളിൽ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടിയുടെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റിലേക്ക് മാറ്റാനാണു നീക്കം. ഇന്നും നാളെയുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണു ജൂലൈയിലേക്ക് മാറ്റിയത്. ജൂലൈയിൽ നടക്കുന്ന സെൻസസിന്റെ ഡ്യൂട്ടിയുള്ള അധ്യാപകർ ക്ലാസുകളെ ബാധിക്കാതെ അത് ചെയ്യണമെന്നാണു നിർദ്ദേശം. അവധി ദിവസങ്ങളാകും മുഖ്യ ആശ്രയം. അതിനാൽ ശനിയും ഞായറുമായി നടക്കുന്ന കേറ്ററ്റ് പരീക്ഷ സെൻസസ് ഡ്യൂട്ടി പൂർത്തിയാകും വരെ മാറ്റിവെക്കണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടതായി പരീക്ഷാഭവൻ സെക്രട്ടറി എസ്. സന്തോഷ് കുമാർ അറിയിച്ചു. 5. +1 മൂന്നാം അലോട്ട്മെന്റ് നാളെ. +1 പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ആണിത്. 29 മുതൽ 2 വരെയാകും പ്രവേശനത്തിന് അവസരം. ജൂലൈ 2 മുതൽ 5 വരെ എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം നടക്കും. 6-നാണ് +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് സപ്ലിമെന്ററി പ്രവേശന നടപടികൾ ആരംഭിക്കും. മുഖ്യഘട്ടത്തിൽ അപേക്ഷിക്കാത്തവർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാനാകും. ആദ്യ 2 അലോട്ട്മെന്റുകളിൽ വേണ്ടത്ര അപേക്ഷകരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ വിഭാഗം സീറ്റുകൾ കൂടി ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റിയാകും മൂന്നാം അലോട്ട്മെന്റ്. അതിനാൽ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കടക്കം മുന്നാം അലോട്ട്മെന്റിൽ അവസരം ലഭിക്കും. നിലവിൽ താഴ്ന്ന ഓപ്ഷനുകൾ ലഭിച്ചവർക്ക് ഉയർന്ന ഓപ്ഷനുകൾ ലഭിക്കാനും സാധ്യതയേറെയാണ്. 6. ഫ്രീ ആയി ഫ്യൂച്ചറിൽ പഠിക്കാം. ഫ്യൂച്ചർ ആപ്റ്റിറ്റ്യൂഡ് സ്കോളർഷിപ്പ് എക്സാം നാളെ. പ്രമുഖ നീറ്റ് JEE കോച്ചിംഗ് സ്ഥാപനമായ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ ആപ്റ്റിറ്റ്യൂഡ് സ്കോളർഷിപ്പ് എക്സാം നാളെ രാവിലെ 10 മുതൽ 12 വരെ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കും. രാവിലെ 9:30 റിപ്പോർട്ടിംഗ് സമയം. NEET/JEE റിപ്പീറ്റർ, റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷയാണ് സംഘടിപ്പിക്കുന്നത്. മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 100% വരെ സ്കോളർഷിപ്പ് നേടാനുള്ള അവസരമൊരുക്കുകയാണ്. ജൂലൈ 1 പുതിയ ബാച്ചുകൾ ആരംഭിക്കും. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 999252007000 എന്ന നമ്പറിൽ വിളിക്കുക. 7. നഴ്സിംഗ് കോഴ്സുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ. കൊച്ചി, കേരളത്തിലെ ക്രൈസ്തവ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന BSc നഴ്സിംഗ് 2125 സീറ്റ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് 105 സീറ്റ്, MSc നഴ്സിംഗ് 71 സീറ്റ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കേരളത്തിലെ ക്രൈസ്തവ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളുടെ സംഘടനയായ AMCSF NCKയിൽ അംഗങ്ങളായ 35 നഴ്സിംഗ് കോളേജുകളിലെ 2026 മുതൽ 27 വരെ വർഷത്തിലെ 50% സീറ്റുകളിലേക്കാണ് അപേക്ഷ. ഏകജാലക രീതിയിൽ നടത്തുന്ന പ്രവേശനത്തിന് അസോസിയേഷൻ വെബ് www.amcsfnck.com വഴി ഓൺലൈനായി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 8.
മിഡിൽ ഈസ്റ്റിലേക്ക് നിരവധി തൊഴിലവസരമൊരുക്കി ലുലു ഗ്രൂപ്പ്. കാഷ്യർ, സെയിൽസ്മാൻ, ബുച്ചർ, ഫിഷ്മോംഗർ കുക്ക്, സെക്യൂരിറ്റി, ഇലക്ട്രീഷ്യൻ, ബേക്കേഴ്സ്, മലബാർ സ്നാക്ക് മേക്കർ, വാൻ സെയിൽസ്മാൻ, ഹെവി, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തസ്തികകളിലേക്ക് പുരുഷ ഉദ്യോഗാർത്ഥികളെയാണ് ക്ഷണിക്കുന്നത്. കേരളത്തിലെ 3 പ്രധാന കേന്ദ്രങ്ങളിലാണ് നേരിട്ടുള്ള അഭിമുഖം നടക്കുക. അപേക്ഷകർ വിശദമായ ബയോഡേറ്റയ്ക്കൊപ്പം പാസ്പോർട്ടിന്റെ കളർ കോപ്പി, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റിന്റെ അസൽ കോപ്പിയും പകർപ്പും, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കരുതണം. 9. എയർഫോഴ്സിൽ അഗ്നിവീർ റിക്രൂട്ട്മെന്റിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. സെലക്ഷൻ ടെസ്റ്റ് 2026 സെപ്റ്റംബർ 22, 23 തീയതികളിൽ നടക്കും. പ്രായം: അപേക്ഷകർ 2005 ജൂലൈ 1-നും 2010 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. വിദ്യാഭ്യാസ യോഗ്യത +2/ തത്തുല്യം അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലൊന്നിൽ നേടിയ ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ ദ്വിവത്സര വൊക്കേഷണൽ കോഴ്സ്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. സൈൻ അപ്പ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 6-ന് രാവിലെ 11 മുതൽ അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 26 രാത്രി 11 വരെ അപേക്ഷിക്കാം. 18 വയസ്സ് തികയാത്തവർ രക്ഷിതാവിന്റെ ഒപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും വെബ്സൈറ്റ് സന്ദർശിക്കുക. 10. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസുകളിലെയും എയിംസ്, മറ്റു പ്രമുഖ ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും വിവിധ തസ്തികകളിലേക്ക് നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ 5 അപേക്ഷ ക്ഷണിച്ചു. 32 സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി 59 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 2595 ഒഴിവുണ്ട്. ക്ലറിക്കൽ, പാരാമെഡിക്കൽ, ടെക്നിക്കൽ തസ്തികകൾ ഇതിൽ ഉൾപ്പെടും. തിരഞ്ഞെടുപ്പിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെ നടക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാവും. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.aimscexams.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ജൂലൈ 3. പ്രിയപ്പെട്ടവരെ, ദയവായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റുകൾ തന്ന് സഹായിക്കുകയും ചെയ്യുമല്ലോ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണേ. ഒപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വാർത്താ മേഖലകളെ കുറിച്ച് കമന്റ് ചെയ്യണേ. നന്ദി, നമസ്കാരം.